അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം വൃക്കയിൽ കല്ലുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ചിട്ടാണ്. ഒരുപാട് പേർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് കിഡ്നി സ്റ്റോൺ. കിഡ്നി സ്റ്റോൺ പല വിധത്തിൽ ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിസന്ധിയിലാവുന്നത് പലപ്പോഴും കിഡ്നി സ്റ്റോൺ മൂലമാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലുമോ വൃക്കയിൽ കല്ലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ രോഗാവസ്ഥ എത്രത്തോളം വേദനാജനകമാണ് എന്നത് അറിയാമായിരിക്കുമല്ലോ. പെട്ടെന്നുള്ളതും തീവ്രവും അതികഠിനവുമായ ഈ വേദന ചില ആളുകളിൽ പ്രസവ വേദനയേക്കാൾ രൂക്ഷമാണെന്നാണ് ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത്. വേനൽക്കാലത്താണ് പലപ്പോഴും കിഡ്നി സ്റ്റോൺ ശക്തി പ്രാപിക്കുന്നത്. എന്നാൽ വേനൽക്കാലം മാത്രമല്ല, വെള്ളം കുടിച്ചില്ലെങ്കിൽ ഏത് കാലാവസ്ഥയിലും കിഡ്നി സ്റ്റോൺ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. കിഡ്നിയെ മാത്രമല്ല, ശരീരത്തിലെ മറ്റ് ചില അവയവങ്ങളെയും ഇത് ബാധിക്കുന്നു. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നതോടെ കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാകുന്നു. വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ കിഡ്നിയിലെ റെഡ്യൂഷൻ സാൾട്ട് കിഡ്നിയിൽ കെട്ടിക്കിടക്കും. ഇതാണ് പിന്നീട് സ്റ്റോൺ ആയി മാറുന്നത്. കിഡ്നി സ്റ്റോൺ പല വിധത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളം എന്നത് അടിവയറ്റിലുണ്ടാകുന്ന തീവ്രമായ വേദനയാണ്. എന്നാൽ ഈ വേദന മറ്റ് ചില രോഗാവസ്ഥകൾ മൂലമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഇത്തരം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില ലക്ഷണങ്ങളും അടയാളങ്ങളും കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നു. എന്താണ് വൃക്കയിലെ കല്ലുകൾ അഥവാ കിഡ്നി സ്റ്റോൺ? കാൽസ്യം, യൂറിക് ആസിഡ് എന്നിവ അടങ്ങിയ ധാതുക്കളുടെയും ഉപ്പിൻ്റെയും ശേഖരമാണ് വൃക്കയിലെ കല്ലുകളായി രൂപപ്പെടുന്നത്. ഇവ സാധാരണയായി കട്ടി കൂടുതൽ ഉള്ളവയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ചില തരം ധാതുക്കൾ നിങ്ങളുടെ മൂത്രത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ ആണ് വൃക്കയിൽ ഇത്തരം കല്ലുകൾ രൂപം കൊള്ളുന്നത്. നിർജ്ജലീകരണം, അമിതവണ്ണം എന്നിവയാണ് വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിൻ്റെ രണ്ട് പ്രധാന കാരണങ്ങൾ. നിങ്ങളുടെ ശരീരത്തിൽ മതിയായ ജലാംശം ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ മൂത്രം കൂടുതൽ സാന്ദ്രമാവുകയും ചില ധാതുക്കളുടെ അളവ് വർദ്ധിക്കുകയും അത് പിന്നീട് വൃക്കയിലെ കല്ലുകൾ രൂപപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. വൃക്കയിലെ കല്ലുകളുടെ വലുപ്പം പലതരത്തിലായിരിക്കും. മാത്രമല്ല, അവയ്ക്ക് മൂത്രനാളിയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് പോലും കടക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും കല്ലുകൾ മൂത്രനാളിയിലൂടെ സ്വയം പുറത്തേക്ക് കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ കല്ലുകളുടെ വലുപ്പം മൂത്രനാളിയിലൂടെ കടക്കുന്നതിനേക്കാൾ വലുപ്പമേറിയതാണ് എങ്കിൽ ഇവയെ പുറത്തിറക്കുവാൻ ശസ്ത്രക്രിയയുടെ സഹായം ആവശ്യമായി വരുന്നതാണ്. കിഡ്നി സ്റ്റോൺ പ്രധാന ലക്ഷണങ്ങൾ. വൃക്കയിലെ കല്ലുണ്ടാക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ പല ആളുകൾക്കും പല രീതിയിലാണ് അനുഭവപ്പെടുന്നത്. എങ്കിലും ഇനി പറയുന്ന പ്രധാന ലക്ഷണങ്ങൾ അവഗണിക്കാതെ പോകരുത്. 1. പുറം, വയറ്, വശങ്ങൾ എന്നിവിടങ്ങളിലെ കഠിനമായ വേദന. ഇടുങ്ങിയ ഗർഭപാത്രത്തിലേക്ക് കല്ല് നീങ്ങുന്നതിനാൽ വൃക്കയിൽ മർദ്ദം വർദ്ധിക്കുകയും ഇതുമൂലം തടസ്സം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കടുത്ത വേദനയ്ക്കും വഴിവെക്കുന്നു. വൃക്കയിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം തലച്ചോറിലേക്ക് വേദനയുടെ സന്ദേശങ്ങൾ അയക്കുന്നു. ഇത് അനുഭവിക്കുന്ന ആൾക്ക് പുറത്തും വാരിയെല്ലുകൾക്കും താഴെയും വശങ്ങളിലുമായി കടുത്ത വേദനയും ഉണ്ടാക്കുന്നു. വൃക്കയിലെ കല്ലുകളുടെ വലിപ്പം കൂടുതലാണെന്ന് ഇത് ബാധിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ നീർക്കെട്ടും ഉണ്ടാക്കുന്നതാണ്. 2. മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക. വൃക്കയിലെ കല്ലുള്ളവരിൽ അനുഭവപ്പെടുന്ന വളരെ സാധാരണമായ ഒരു ലക്ഷണമാണിത്. മൂത്രമൊഴിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വേദനയോ പുകച്ചിലോ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ വൃക്കയിലെ കല്ല് ഉള്ളതുകൊണ്ടാകാം. മൂത്രമൊഴിക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നത് കല്ലുകൾ മൂത്രാശയത്തിനും മൂത്രസഞ്ചിക്കും ഇടയിലുള്ള സ്ഥാനത്ത് എത്തുമ്പോഴാണ്. മൂത്രമൊഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന പലപ്പോഴും മൂത്രനാളിയിലെ അണുബാധ UTI ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അതുകൊണ്ട് ഇത്തരം സംശയങ്ങൾക്ക് സ്വയം ചികിത്സ നടത്താതെ ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് വിദഗ്ധ ചികിത്സ തേടുക. 3. മൂത്രത്തിന് ചുവപ്പ്, പിങ്ക് അല്ലെങ്കിൽ തവിട്ട് നിറമാണെങ്കിൽ
വൃക്കയിലെ കല്ലുണ്ടെങ്കിൽ മൂത്രത്തിൻ്റെ നിറം മാറുക എന്നതും ഒരു പ്രധാന ലക്ഷണമാണ്. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നത് വൃക്കയിലെ കല്ലുണ്ട് എന്നതിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. മൂത്രത്തിന് ചുവപ്പ്, പിങ്ക് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള വ്യത്യാസം കാണപ്പെടുകയാണ് എങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. 4. ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുന്ന അവസ്ഥ. വൃക്കയിലെ ഉണ്ടാവുന്ന വലിയ കല്ലുകൾ മൂത്രദ്വാരത്തിൽ കുടുങ്ങുകയും മൂത്രത്തിൻ്റെ ഒഴുക്ക് തടയുകയും ചെയ്യുന്നു. ഇതുമൂലം നിങ്ങൾക്കിടയ്ക്കിടെ ബാത്റൂമിൽ പോകേണ്ടതായി വരുന്നു. ഈ ലക്ഷണം അനുഭവപ്പെടുന്ന മിക്കവാറും പേരും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള മടി കാരണം പിടിച്ചു നിർത്തുന്നതായി കാണാറുണ്ട്. ഇത് കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. 5. തലക്കറക്കവും ഛർദിയും. അടിവയറ്റിലെ കടുത്ത വേദന പോലെ തന്നെ ഓക്കാനം, ഛർദി എന്നിവയും വൃക്കയിലെ കല്ലുകൾ ബാധിച്ച ആളുകൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്നു. വൃക്കകളുടെയും ദഹനനാളത്തിൻ്റെയും ഞരമ്പുകൾ പരസ്പരം ബന്ധിച്ചിരിക്കുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ധാരാളം വെള്ളം കുടിക്കുക. ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെയും ഉപ്പിൻ്റെയും അളവ് കുറയ്ക്കുക. ശീതളപാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുക. മൂത്രത്തിലെ അണുബാധകളെ നിസ്സാരമായി കാണരുത്. അവ സമയത്ത് ചികിത്സിച്ച് മാറ്റണം. അപ്പോൾ ഇതാണ് വൃക്കയിലെ കല്ലുകളുടെ ലക്ഷണവും അതിൻ്റെ അടയാളങ്ങളും. അപ്പോൾ എല്ലാവരും ഇതിന് മെയിൻ ചികിത്സ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുക എന്നതാണ്. ആ വെള്ളം കൂടി കുറവാകുമ്പോഴാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലും എത്തുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വിഷയം നിർത്താൻ പോവുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക.